ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം വലിയ ഭൂരിപക്ഷത്തിലാണ് മഹായുതി സഖ്യം വിജയിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഈ മഹായുതി സഖ്യത്തിൽ ചില ചർച്ചകൾ നടക്കുന്നു, ചില ഉരുൾപൊട്ടൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനം ഏക്നാഥ് ഷിൻഡെ ആയിരുന്നു. ഏക്നാഥ് ഷിൻഡെ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിലാണ് വോട്ട് ചോദിച്ചതെന്നും തൻ്റെ ജനക്ഷേമപരമായ ആ ഒരു പരിപാടികൾക്ക് ജനം നൽകിയ അംഗീകാരമാണ് മഹായുതിയുടെ ഈ വൻ വിജയമെന്നുമാണ് ഷിൻഡെ അവകാശപ്പെടുന്നത്. അതായത് ഷിൻഡെ ഇപ്പോൾ ഒരു സമ്മർദ്ദ തന്ത്രം പയറ്റുകയാണ്. തന്നെ മുഖ്യമന്ത്രിയാക്കണം, അതില്ല എങ്കിൽ കൺവീനർ സ്ഥാനം നൽകണം, തൻ്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കണം, ശ്രീകാന്ത് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രിയാക്കണം എന്നൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ BJPയും സംഘപരിവാറും പറയുന്ന കാര്യങ്ങൾ ഈ ശ്രീകാന്ത് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതിന് എതിർപ്പില്ല, പകരം കൺവീനർ സ്ഥാനം നൽകാൻ കഴിയില്ല, ഏക്നാഥ് ഷിൻഡെയ്ക്ക് കേന്ദ്രത്തിലേക്ക് പോകാം, കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം നൽകാം എന്നുള്ളതാണ് പുതിയ ഫോർമുല. ഈ ഫോർമുലയിൽ ഏക്നാഥ് ഷിൻഡെ വഴങ്ങുന്നില്ല എങ്കിൽ പോലും മഹാരാഷ്ട്ര ഭരണത്തിൽ ഇതൊരു ഭീഷണിയെ ആകുന്നില്ല. കാരണം 132 സീറ്റാണ് BJPക്കുള്ളത്, 145 ഭരിക്കാൻ ആവശ്യമായിട്ടുണ്ട്. NCP പിന്തുണയ്ക്കുന്നിടത്തോളം കാലം യാതൊരുവിധ അപകടവും കാണുന്നില്ല. പക്ഷേ ഭാവിയിൽ അപകടം കാണുന്നത് RSS ആണ്. ഒരുപക്ഷെ അജിത് പവാറിൻ്റെ ആ ഒരു പാർട്ടിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഷിൻഡെ വിഭാഗമോ പിന്തുണ പിൻവലിച്ചാലും മഹാരാഷ്ട്രയെ ഭരണം നിലനിർത്താനായി മറ്റൊരു നീക്കം അവർ നടത്തുന്നു. അത് 20 അംഗങ്ങളുള്ള ഉദ്ധവ് താക്കറെ, ഉദ്ധവിൻ്റെ ശിവസേന BJPയുടെ പഴയകാല സഖ്യകക്ഷിയാണ്. അവരെ മടക്കിക്കൊണ്ടുവരണമെന്ന് RSSൻ്റെ വളരെ കാലത്തെ ആഗ്രഹവുമായിരുന്നു. അതിനുള്ള നീക്കവും മറുവഴിക്ക് നടക്കുന്നുണ്ട്. ഏക്നാഥ് ഷിൻഡെ അധികം പിണക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം 7 ലോക്സഭാ അംഗങ്ങളാണ് ഏക്നാഥ് ഷിൻഡെ ശിവസേനയ്ക്ക് ലോക്സഭയിലുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ ആ 7 പേരുടെ പിന്തുണയും BJPക്ക് അനിവാര്യമാണ്. ഇനി അഥവാ ഈ 7 പേര് പോയാൽ പകരം 9 പേരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തുന്നത്. ഉദ്ധവ് NDA പക്ഷത്തേക്ക് വരികയാണെങ്കിൽ ഷിൻഡെയുടെ വിലപേശാനുള്ള കഴിവും കുറയുമെന്ന് അവർ കരുതുന്നു. ഏതായാലും മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് വരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. ഇനി ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറുണ്ട്. മറുഭാഗത്ത് ഷിൻഡെയാണോ ഷിൻഡെയുടെ മകനാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.